കഴിഞ്ഞ ഈ പ്രചരണ കാലഘട്ടത്തിലൊന്നും ആലത്തൂർ വലിയ വിവാദത്തിൽ പെട്ടിട്ടില്ല. ആലത്തൂർ വലിയ വിവാദങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2019 വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി വിവാദരഹിതമായിട്ടാണ് ആലത്തൂർ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അവസാന ദിവസമാണ്, വോട്ടെടുപ്പിൻ്റെ തലേന്നാണ് ഇത്തരത്തിലൊരു പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. രമ്യ ഹരിദാസിൻ്റെ ക്യാമ്പാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മളിലേക്ക് എത്തിച്ചത്. ആ വീഡിയോ സംബന്ധിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടും അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. വളരെ യുക്തിപരമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഫ്ലെക്സ് കെട്ടാനായിട്ട് കൊണ്ടുപോയ ആയുധങ്ങളാണ്. ആയുധങ്ങൾ വാഹനത്തിൽ വെച്ചിരുന്നു. അത് മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പിടിക്കും. അത് മറ്റു തരത്തിലേക്ക് അത് പോകും. അതുകൊണ്ട് ഒരു പാർട്ടി ഓഫീസിന് അടുത്താണ് ഈ ആയുധങ്ങൾ വെക്കുന്നത്. നമ്മൾ ആ CCTV ദൃശ്യത്തിൽ കാണുന്ന ആ സ്ഥലത്ത് പോയിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്താണ്, 30 മീറ്റർ അകലെ മാത്രമാണ് പാർട്ടി ഓഫീസ്. അപ്പോൾ അവർ പറയുന്നത് അവിടെ ആദ്യം ഇടാൻ നോക്കി. അപ്പോൾ പിന്നെ പാർട്ടി ഓഫീസിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ചെടുത്തതാണ്. അതാണ് ആ പരിഭ്രമം എന്നാണ് അവർ പറയുന്ന വാദം. അവർ പറയുന്ന യുക്തിപരമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ മറുഭാഗം ഇത് വലിയ ആരോപണങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം അവർ പറയുന്നത് ഇത് ഒരു സൂചന മാത്രമാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇടതുപക്ഷ ക്യാമ്പ് ഒളിപ്പിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണെന്നുള്ള കണ്ടെത്തണമെന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ആലത്തൂരിൽ അവസാന നിമിഷം ആയുധം ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അത് ആലത്തൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. പോലീസ് വിളിപ്പിക്കുന്നു അന്വേഷണത്തിന് എന്നാണല്ലോ അറിയുന്നത്. നമ്മൾ അവസാനമായി ബന്ധപ്പെട്ടപ്പോൾ UDF ക്യാമ്പ് പറഞ്ഞിരിക്കുന്നത് പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പരാതി നൽകും പിന്നീട് എന്ന് പറഞ്ഞു. പക്ഷേ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് അനൗദ്യോഗികമായിട്ടോ ഔദ്യോഗികമായിട്ടോ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു ദൃശ്യം പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദൃശ്യത്തിൽ കണ്ടിട്ടുള്ളവരെ വിളിപ്പിച്ചിരിക്കുന്നത്. ഒരു 10 മണിക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസ് അക്കാര്യം പരിശോധിക്കും. പക്ഷേ പരാതി പിന്നാലെ വരുമെന്നാണ് UDF ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ആലത്തൂരിലെ ഈ ആയുധം സംസ്ഥാനത്ത് തന്നെ UDF ഒരു രാഷ്ട്രീയ ആയുധമായി മാറാനുള്ള സാധ്യതയുണ്ട്. അവർ അത് വലിയ രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ള അത് ഉറപ്പാണ്. എന്തായാലും അവസാന മണിക്കൂറിലെ ആയുധം ആർക്ക് അനുകൂലമാകുമെന്നുള്ളത് വളരെ പ്രധാനവുമാണ്. അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഈ വയലിൽ പണിയെടുക്കുന്ന ആളുകളുടെ ആയുധം പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ അതിന്റെ സമീപത്ത് കൊണ്ടുവയ്ക്കേണ്ട സാഹചര്യം എന്താണ്? അക്കാര്യത്തിൽ അവർ പറയുന്നത് അത്രത്തോളം യുക്തിസഹമാണോ? അവർ പറയുന്നത് നോക്കുമ്പോൾ യുക്തിസഹമായിട്ടാണ് അവർ പറയുന്നത്. കാരണം കെ രാധാകൃഷ്ണൻ്റെ വാഹന പ്രചരണ ജാഥ ഈ വഴിക്ക്, അത് കെ രാധാകൃഷ്ണൻ്റെ വീടിനടുത്തുള്ള സ്ഥലമാണ്. അതുവഴി വരുമ്പോഴാണ് ഈ ഫ്ലെക്സ് കെട്ടുന്ന പരിപാടി നടക്കുന്നത്. അപ്പോൾ വാഹന പ്രചരണ ജാഥയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അവിടെ സ്വീകരണമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഫ്ലെക്സ് കെട്ടുന്നവരെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് അവർ അവിടെ ഇറങ്ങി, ആ ജംഗ്ഷനിൽ ഇറങ്ങി. അതിനുശേഷം മുന്നോട്ട് വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായിട്ട് ഈ വാഹനം മുന്നോട്ട് പോകുമ്പോൾ ആണ് ഈ ആയുധം ഈ വാഹനത്തിലുണ്ടെന്ന് കാണുകയും അതെടുത്ത് മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അത് യുക്തിപരമായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നമുക്ക് അത് പിന്നെ മറ്റേതെങ്കിലും ഉദ്ദേശത്തിന് ഉള്ളതാണോ അല്ലയോ എന്നൊന്നും നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ യുക്തിപരമായിട്ടാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നുള്ളത് ഈ സ്ഥലത്ത് പോകുമ്പോഴും മറ്റു കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി അറിയാനുള്ളത്, ഇപ്പൊ നമ്മളിപ്പോ ആളുകളെ അപായപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ മാരകായുധങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പം കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അല്ലറ ചില്ലറ പണിക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഒരാളെ കൊല്ലാനോ അതല്ലെങ്കിൽ അത്തരത്തെ ആക്രമണത്തിനോ പ്രത്യേകം തയ്യാർ ചെയ്ത ആയുധങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഈ ആയുധങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നമ്മളോട് പറഞ്ഞു, നമ്മൾ ആ ആയുധങ്ങൾ നേരിൽ കണ്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വാക്കത്തിയാണ്, മരം മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയൊക്കെയാണ് എന്നൊക്കെയാണ്, കൊടുവാളൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. അവർ പിന്നീട് പറയുകയുണ്ടായി, ഞങ്ങൾ ഇന്നലെയാണ് കവുങ്ങ് മുറിച്ച് അവിടെ കൊണ്ടുവന്ന്, അത് ആദ്യം ഒരു ഫ്ലെക്സ് അവിടെ വെച്ചിരുന്നു, അത് മറിഞ്ഞു വീണു. അതിനുശേഷം ഒരു കവുങ്ങ് മുറിച്ചുകൊണ്ട് വന്ന് അവിടെ സ്ഥാപിച്ച് അങ്ങനെയാണ് രണ്ടാമത് ആ ഫ്ലെക്സ് കെട്ടിയത്. അതിനെ തുടർന്നുള്ള സംഭവമാണ് ഇപ്പോൾ വിവാദത്തിന് കാരണം. ഞങ്ങൾ ഇന്നലെ തന്നെയാണ് കവുങ്ങ് മുറിച്ചത്, വേണമെങ്കിൽ ആ വീട്ടിൽ പോകാം, ഇന്ന ആളുടെ വീട്ടിൽ നിന്നാണ് ആ കവുങ്ങ് മുറിച്ചത്, ഇന്നലെ തന്നെയാണ് അത് മുറിച്ചത് എന്നും അവർ പറയുകയുണ്ട്. അങ്ങനെ അവർ വളരെ യുക്തിപരമായിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കവുങ്ങ് മുറിച്ച് കൊണ്ടുവരുന്നു, അവിടെ വയൽ വീണ്ടും സ്ഥാപിക്കുന്നു. അപ്പോൾ ഈ വാഹനത്തിലേക്ക് ഇവർ കയറി ഈ പ്രചാരണത്തിന് സ്വീകരണം നൽകാനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അതിനുശേഷം ഈ വാഹനം, ഈ ആയുധം വരുന്ന വാഹനം മുന്നോട്ട് പോകുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നു. ഈ ഡ്രൈവറോട് നമ്മൾ സംസാരിച്ചു, വണ്ടിയുടെ ഉടമയാണെന്ന് തോന്നുന്നു, അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, വഴിയരികിൽ മുഴുവൻ ഈ സ്ക്വാഡുകൾ ഉണ്ട്, തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകളുണ്ട്. അവർ വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും, ആയുധങ്ങൾ കണ്ടെടുത്ത് കഴിഞ്ഞാൽ അതിന് വിശദീകരണം നൽകിയിട്ട് അത് മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ കെട്ടാൻ വേണ്ടി കവുങ്ങ് മുറിക്കാൻ കൊണ്ടുപോയ കത്തി എടുത്ത് മാറ്റിയതാണെന്നാണ് പറയുന്നത്.